അപ്പോൾ മന്ത്രി ഗണേഷ് കുമാറിന് അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് ക്ഷണം ലഭിക്കാനുള്ള കാരണം ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതൊന്നുമല്ല. അതിന് പിന്നിലെ പ്രധാന കാരണം മറ്റൊന്നാണ്. അതാണ് പിണറായിക്ക് ഏറ്റവും കൂടുതൽ തലവേദന സൃഷ്ടിക്കുന്നതും. നമസ്കാരം. മന്ത്രി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് ഏറ്റെടുത്തപ്പോൾ മുതൽ വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥ കാരണം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം എങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഭരണനിർവഹണത്തിൽ അദ്ദേഹത്തിൻ്റെ കഴിവ്, ആത്മാർത്ഥത, നിശ്ചയിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, ഇതെല്ലാം കക്ഷിഭേദമന്യേ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. മാത്രമല്ല, ജനങ്ങൾക്കൊപ്പം എന്ന അദ്ദേഹത്തിൻ്റെ ശക്തമായ നിലപാട് കേരളം കണ്ടതുമാണ്. അതായത് UDF ഇടം ലഭിക്കില്ല എന്നത് അറിഞ്ഞിട്ടും ഇടതുപാളയത്തിൽ ഇരുന്നു കൊണ്ട്, അതും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി സ്വന്തം ആത്മാഭിമാനം പിണറായിക്കും കൂട്ടർക്കും മുൻപിൽ അടിയറ വെക്കാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇടതു ഭരണത്തെ നിശിതമായി വിമർശിച്ചു കൊണ്ടിരുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും ഗണേഷിനോട് അത്ര താല്പര്യവുമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്നിട്ടും എന്തിന് മന്ത്രിസ്ഥാനം കൊടുത്തു എന്ന്. ഈ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്ന മന്ത്രിസഭയ്ക്ക് അവസാന നിമിഷം കുറച്ചെങ്കിലും മാനം രക്ഷിക്കാൻ ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. അങ്ങനെ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തപ്പോൾ മുതൽ ചടുലമായ നീക്കങ്ങളിലൂടെ പെട്ടെന്ന് തന്നെ ഗതാഗത വകുപ്പിൽ മാറ്റങ്ങൾ വരുത്തി ജനങ്ങളിൽ ഒരു പ്രതീക്ഷ ജനിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും അയോധ്യയിലേക്കുള്ള ക്ഷണം ലഭിച്ചതിലൂടെ ഗണേഷ് കുമാർ വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്നത്. ക്ഷണത്തിനുള്ള യോഗ്യത എന്തായിരുന്നു എന്ന വിഷയത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് കേരളത്തിലെ മറ്റൊരു സാഹചര്യം പറഞ്ഞു പോകേണ്ടതുണ്ട്. അതായത് ഇവിടെ സത്യത്തിൽ വെട്ടിലായിരിക്കുന്നത് CPM എന്ന പാർട്ടി തന്നെയാണ്. കാരണം യെച്ചൂരിക്ക് ലഭിച്ച ക്ഷണം നിരസിച്ചതും ക്ഷണം ലഭിച്ച കോൺഗ്രസിനെ വ്യക്തമായ നിലപാടെടുക്കാൻ സാധിക്കാതെ വലയുന്ന സാഹചര്യത്തിൽ പരിഹസിച്ചുകൊണ്ട് സമ്മർദ്ദത്തിലാക്കിയതുമൊക്കെ കേരളം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സംഘാടക സമിതിയിലെ അംഗങ്ങൾ നേരിട്ടെത്തി അക്ഷതവും ക്ഷേത്രത്തിന്റെ ചിത്രവും നൽകി ഗണേഷ് കുമാറിനെ ക്ഷണിച്ചത്. ഇവിടെ ഗണേഷ് CPM അല്ല എന്നുള്ള ഒരു കാര്യം, അതുകൊണ്ട് തന്നെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ ഏകാധിപതിയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന അണികൾ ഇരട്ടച്ചങ്കൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പിണറായി വിജയൻ മന്ത്രിസഭയിലെ ഒരു അംഗം ചടങ്ങിൽ പങ്കെടുത്താൽ അത് ഏറ്റവും കൂടുതൽ പ്രഹരം സമ്മാനിക്കുന്നത് പിണറായി വിജയന് തന്നെയായിരിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം പിണറായി ഒരു പ്രത്യേക മാനസിക നിലയിലുള്ള വ്യക്തിയാണ് എന്നത് ഒരു കാര്യം. രണ്ടാമത്തത്, ന്യൂനപക്ഷ പ്രീണനം പ്രത്യക്ഷ മുഖമുദ്രയാക്കിയിരിക്കുന്ന, ഒപ്പം ഹൈന്ദവ വിഷയങ്ങളിൽ വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറുന്ന പിണറായി വിജയന് കോൺഗ്രസ് എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോട്ടെ എന്ന് ലീഗ് പറഞ്ഞ പോലെ ഗണേഷിനോട് പറയാനുള്ള വിശാല മനസ്കതയൊന്നും ഇല്ല എന്നതാണ് സത്യം. പിന്നെ ഇവിടെ ഗണേഷിനെ ക്ഷണിച്ചതിൻ്റെ യഥാർത്ഥ കാരണവും പിണറായിയെ അലട്ടുന്ന പ്രശ്നം തന്നെയാണ്. അതായത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഗണേഷ് ഒരു നടനായതുകൊണ്ടും NSS ഡയറക്ടർ ബോർഡ് അംഗമായതുകൊണ്ടും ഒക്കെയാണ് അദ്ദേഹത്തിന് അയോധ്യയിലേക്ക് ക്ഷണം കിട്ടിയത് എന്നുള്ളതാണ്. പക്ഷേ സത്യത്തിൽ BJP മാത്രമല്ല, കേരളമൊട്ടാകെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നന്നായി ഭരിച്ച് ജനമനസ്സുകളിൽ ഇടം നേടിയ ഗണേഷ് കുമാറിന് പിണറായി മന്ത്രിസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരു പിന്തുണ മുഖ്യമന്ത്രിയിൽ നിന്നും ലഭിച്ചില്ലെങ്കിൽ ഒരു MLA മാത്രമുള്ള, അതും ഏത് മുന്നണിയിൽ നിന്നാലും ജയിക്കുന്ന ഗണേഷ് കുമാർ എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളത്. അവിടെ ഗണേഷ് കുമാർ ജനങ്ങൾക്കും തൻ്റെ മണ്ഡലത്തിനും ഗുണം ലഭിക്കുന്ന ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നാൽ ഏറ്റവും ഉചിതമായ മുന്നണി എന്ന നിലയിൽ NDAയെ ആദ്യം പരിഗണിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പാലമിടൽ ചടങ്ങ്, അതാണ് സംഘപരിവാറിലൂടെ നടപ്പിലാക്കുന്നത് എന്ന് വേണം പറയാൻ. അതായത് ഈ ക്ഷണം നൽകുന്നതിലൂടെ. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയാവുന്നത്, പിണറായി മന്ത്രിസഭയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരേ ഒരു ഹിന്ദു മന്ത്രി എന്നതും കണക്കാക്കാം. ഇടതുപക്ഷത്തിൽ മറ്റേത് വിഭാഗത്തിൽപ്പെട്ടവർക്കും വിശ്വാസങ്ങൾക്ക് തടസ്സമില്ലെങ്കിലും ഹൈന്ദവ വിശ്വാസികൾക്ക് ഒരു അപ്രഖ്യാപിത വിലക്ക് നിലനിൽക്കുന്നുണ്ടല്ലോ. അവിടെ ഗണേഷ് കാണിച്ച ആ ആർജവം, അതിനുള്ള അംഗീകാരമായിട്ട് തന്നെയാണ് ഈ ക്ഷണം എന്ന് പറയേണ്ടി വരും. പിന്നെ പിണറായിക്ക് ഇനി പ്രതിഷ്ഠാ ദിനം കഴിയുന്നതുവരെ ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം പിണറായി ഇപ്പോൾ മന്ത്രിസഭയുടെ നിലപാട് അയോധ്യ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്നുള്ളതാണ് എന്നും അതുകൊണ്ട് തന്നെ
ഗണേഷിനോട് ഈ ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന് ഔദ്യോഗികമായി ആവശ്യപ്പെടും എന്നുള്ളതുമാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം ഗണേഷ് കുമാറിന്റെ നിലപാട് എന്തായിരിക്കും എന്നത് ഗണേഷിന് മാത്രമേ പറയാൻ സാധിക്കൂ. അത് തന്നെയാണ് പിണറായിയുടെ ഉറക്കം കെടുത്തുന്നത്.